ഇനി ഞങ്ങളെ പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിക്കാട്ടോ. പഠിച്ചോനെ, ഞങ്ങളുടെ ഈ അധ്യായത്തിൽ എൻ്റെ കാരുണ്യം എന്നും ഉണ്ടാവണേ. ഉറങ്ങിക്കിടന്ന എൻ്റെ യൂട്യൂബ് ചാനലിനെയും ഫേസ്ബുക്ക് പേജിനെയും ഒന്നുകൂടി ഉണർത്താൻ പറ്റുമോ നോക്കട്ടെ. ആദ്യം ഞാൻ ഞങ്ങളെ കുറിച്ച് പറയാം. ഞങ്ങളുടെ ബോണ്ടിങ് റീൽസിലൂടെ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കില്ലേ. പലരും അകലാൻ കാത്തിരുന്നൊരു സൗഹൃദമാണ് ഞങ്ങളുടെയെങ്കിലും ഒരു കോട്ടവും തട്ടാതെ കൊണ്ടു നടക്കുക എന്നുള്ളത് ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി ആയിരുന്നു. എന്തെങ്കിലും ഒരു ഐഡിയയും മണ്ടയിൽ ഉദിച്ചാലേ അതിന് സപ്പോർട്ടായി അവളും കൂടെ ഉണ്ടാവും. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് ഒരു 4 കിലോ ബീഫ് വരട്ടിയതും അച്ചാറുകളൊക്കെ ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ. UAE കൊടുത്തയക്കാനുള്ളതായിരുന്നു. ഓർഡർ വന്നപ്പോൾ തന്നെ എടുക്കണോ വേണ്ടേന്നൊക്കെ ഒന്ന് ഇരുത്തി ആലോചിച്ചെങ്കിലും അവൾ തന്ന ധൈര്യത്തിൽ അങ്ങോട്ട് ഏറ്റെടുത്തു. ഇതൊരു നല്ല തുടക്കമായാലോ അല്ലേ. ഇന്നിപ്പോൾ എനിക്ക് ഒട്ടും വയ്യായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി കിടന്ന കിടപ്പായിരുന്നു. ഒന്ന് എണീറ്റ് സെറ്റായതിനെ ഇന്ന് വൈകുന്നേരത്തായിരുന്നു. ഈ ഇവിടെ കൂടുന്ന് വന്ന് നിന്നാൽ മതി, ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോഴേ അവൾക്ക് വേണ്ട ധൈര്യം ഞാനും കൊടുത്തു. ബീഫിൻ്റെ സ്മെല്ല് അറിഞ്ഞിട്ടാ തോന്നുന്നു പൂജ സാറും എൻ്റെ സേബാപ്പിയും തിക്കും തിരക്കും കൂട്ടുന്നുണ്ട്. അവരെയും കൂട്ടത്തിൽ സന്തോഷിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഈ ബീഫിലേ തക്കാളിയോ പച്ചമുളകോ സബോളയോ ഒന്നും ഇടാറില്ല. അത് പെട്ടെന്ന് ചീത്തയായാലൊന്ന് കരുതിയാട്ടോ ഇടാത്തത്. ഇങ്ങനെ ആകുമ്പോൾ ഒരുപാട് നാൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഏറെക്കുറെ നമ്മുടെ ബീഫ് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പുണരാതെ കിടക്കണം, എന്നാലേ ആ കറക്റ്റ് പാകം അങ്ങോട്ട് കിട്ടും. ഇത് നമുക്ക് വെറുതെ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനോ ആവശ്യത്തിനനുസരിച്ച് മസാല ഉണ്ടാക്കി അതിലിട്ട് കഴിക്കാനൊക്കെ നല്ലതാട്ടോ. അപ്പം നമ്മുടെ ബീഫ് പൂർണ്ണ രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറാൻ വെക്കാം. കൂടുതൽ ഐറ്റംസൊക്കെ ആയിട്ടേ ഇനി അങ്ങോട്ട് എന്നും ഉണ്ടാവും കേട്ടോ. നിങ്ങളും കൂടെ ഉണ്ടാവണേ.